Hi all, good evening. Welcome to yet another live session of Tejas Academy, Thiruvalla branch, and this is me, Kisia. ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ലൈവ് സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. റീഡിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റീഡിങ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ വീക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റീഡിങ്ങിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിങ് സം റീഡിങ് ബി പാർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബി പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം റീഡിങ് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് കേട്ടപ്പോൾ വിചാരിച്ചാണ് മാം ഇനി 6 ക്വസ്റ്റ്യൻസും കൊണ്ടുവന്നിട്ടുണ്ടോ, അത് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, ഏത് ടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ കുറച്ച് ഡൗട്ട് കാണും അല്ലേ? അപ്പം നമ്മൾ ബി പാർട്ടും ഞാൻ സ്പെസിഫിക് ആയി എടുക്കാനായിട്ട് കാരണം നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ബി പാർട്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മെമോ, അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്ട്രക്ഷൻ, ഗൈഡ് ലൈൻ, പോളിസി ഡോക്യുമെൻറ്റ്, അങ്ങനെ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ഇതിൽ നമുക്ക് അങ്ങനെ അങ്ങനത്തെ എടുക്കാനായിട്ട് പറ്റുന്നൊരു ടോപ്പിക്കല്ല, സ്പെസിഫിക്കലി നെയിം ഇതിനില്ല. ലൈക്ക് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അല്ലേ, ലേൺ അബൌട്ട് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അത് ബിയിലും സിയിലും നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് വരുന്നതാണ്. അതായത് ബിയിലും കാണാം, ചിലപ്പോൾ എവിടെ കാണാം, സിയിലും കാണാം. അപ്പോൾ നമുക്ക് എവിടെ വേണേലും ആ ഒരു ക്വസ്റ്റ്യനെ എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബി പാർട്ടിൽ നമ്മളത് എങ്ങനെ വന്നാൽ ഹൗ വി ക്യാൻ അപ്രോച്ച് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ബി പാർട്ട്. അപ്പോൾ ബി പാർട്ടിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന് നമുക്ക് നോക്കിയാലോ? ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ ഫൈൻ, സോ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? സോ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എങ്കിൽ ഞാൻ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. നിങ്ങൾക്കപ്പോൾ ഇച്ചിരൂടെ ക്ലിയർ ആകും, കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്ലൈമറ്റ് ക്രൈസിസ് ഫ്രം ദിസ് ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട, സി ഒന്നുമല്ല, ബി തന്നെയാണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ക്ലൈമറ്റ് ക്രൈസിസ് ഫ്രം ദിസ് ടെക്സ്റ്റ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ടെസ്റ്റിൽ നിന്നും ക്ലൈമറ്റ് ക്രൈസിസ് എന്നാണ് ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടി. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നാന്നല്ലേ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ കണ്ടല്ലോ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് 3 ചെയ്യാം. പാരഗ്രാഫിലേക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. വി ഹാവ് ടു എലിമിനേറ്റ് 2 ഓപ്ഷൻ ഫ്രം ദ 3 അല്ലേ? 3ൽ നിന്ന് 2 എലിമിനേറ്റ് ചെയ്യണം, ഒരെണ്ണമേ നമുക്ക് ആൻസർ വരാൻ പാടുള്ളൂ അല്ലേ? സോ നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ത്രെറ്റ് ഫേസിങ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഈ ടോപ്പിക്ക് മൊത്തം ക്ലൈമറ്റ് ക്രൈസിസ് ആണ്. സോ വി നീഡ് ടു റീഡ് ഓൾ ദ പാരഗ്രാഫ്, അല്ലെങ്കിൽ ഓൾ ദ സെൻറ്റൻസ്, എല്ലാ സെൻറ്റൻസും നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ, സോ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ത്രെറ്റ് ഫേസിങ് ഹ്യൂമാനിറ്റി and health professionals worldwide are already responding to the health harms caused by this unfolding crisis. So ഇതൊരു ക്രൈസിസ് ആണ്. അൺഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത, അൺഫോൾഡിങ്. അപ്പോൾ ഇതുവരെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത, മടക്കി വെക്കാൻ ഇതുവരെ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ക്രൈസിസ് ആണ്. ഇതുപോലെ ഹെൽത്ത് പ്രൊഫഷണൽസ്, ലോകം മൊത്തമുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസും ഓൾറെഡി ഇതിനെതിരെ, അതായത് ക്ലൈമറ്റ് ക്രൈസിസ് കാരണമുണ്ടാകുന്ന ഹെൽത്ത് ഹാംസിനൊക്കെ എതിരെ അവർ ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ത്രെറ്റാണ് ഹ്യൂമൻസ് ഫേസ് ചെയ്യുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ ഫസ്റ്റ് 2 ലൈൻസ്. നെക്സ്റ്റ് 3 ചെയ്യാം. ദ വേൾഡ് മസ്റ്റ് ലിമിറ്റ് ടെമ്പറേച്ചർ റൈസ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദ വേൾഡ് മസ്റ്റ്. അപ്പോൾ നിങ്ങൾ ബി പാർട്ടിൽ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. മസ്റ്റ്, ഹാവ് ടു, വില്ല്, ഹൗ എവർ, ദെയർ ഫോർ, സോ, ബട്ട്, ഓൾ ദോ, പോസിബിളി. സോ ഇങ്ങനത്തെ വേർഡൊക്കെ നോട്ട് ചെയ്താൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ വേൾഡ് മസ്റ്റ് ലിമിറ്റ് ടെമ്പറേച്ചർ റൈസ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പം വേൾഡ്, ലോകം മൊത്തം, ഗ്ലോബലി എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് 1.5 ഡിഗ്രിയിലേക്ക് ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പാടില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പാസ്റ്റ് എമിഷൻസ് ഹാവ് ഓൾറെഡി മെയ്ഡ് എ സർട്ടൻ ലെവൽ ഓഫ് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ്. അപ്പം പണ്ട് നേരത്തെയൊക്കെ ഈ ടെമ്പറേച്ചർ ഗ്ലോബലി റൈസ് ചെയ്തതിൻ്റെ എമിഷൻസ് ഇപ്പോഴും എന്തുണ്ട്, നമുക്കിപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. ആൻഡ് അതർ ചേഞ്ചസ് ടു ദ ക്ലൈമറ്റ് ഇൻഎവിറ്റബിൾ ഗ്ലോബൽ ഹീറ്റനിങ് ടു ഈവൻ 1.5 ഡിഗ്രി ഇസ് നോട്ട് കൺസിഡർഡ് സേഫ്. However, every additional
tenth of a degree of warming will take a serious toll on people's lives and health. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ലിമിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. ഓൾറെഡി പാസ്റ്റ് എമിഷൻസ് ഒക്കെ ഇപ്പോഴും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്, അത് ഇന്നെവിറ്റബിൾ ആണെന്നൊക്കെ പറയുന്നു. ഈവൻ 1.5 ഡിഗ്രി സെൽഷ്യസ് ഇസ് നോട്ട് കൺസിഡേർഡ് സേഫ്. ഇപ്പോൾ 1.5 പറഞ്ഞത് കൊണ്ട് 1.5 സേഫ് ആണെന്നല്ല, അതിനെ നമുക്ക് സേഫായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഹൗവർ എന്നിരുന്നാലും എവറി അഡീഷണൽ 10th of a degree of warming will take a serious toll on people's lives and health. അപ്പോൾ പക്ഷേ ഇതിൽ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ, അഡീഷണലായിട്ട് വരുമ്പോൾ ആളുകളുടെ ഹെൽത്തിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തെയും എഫക്റ്റ് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അല്ലേ, ക്ലിയർ ആണോ? വൈൽ നോ വൺ ഈസ് സേഫ് ഫ്രം ദീസ് റിസ്ക്. അപ്പം ഒരാൾ പോലും ഇതിൽ നിന്നും സേഫ് അല്ല. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പനി വന്നാൽ പറയാം ഓക്കെ ഫൈൻ, കുറച്ച് പേര് സേഫാണ്, എൻ്റെ വീട്ടിൽ ആർക്കുമില്ല. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നാൽ ഓക്കെ. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ എഫക്റ്റ് എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഒരാളെ പോലും അത് വെറുതെ വിടില്ല. Okay, the people whose health is being harmed first and worst by the climate crisis are the people who contribute least to its causes and who are least able to protect themselves and their families against it. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അതായത് ക്ലൈമറ്റ് ക്രൈസിസ്. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മീനിങ് കറക്റ്റായിട്ട് എടുത്തു പോവുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാകും, അല്ലെങ്കിൽ പലരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ക്രൈസിസ് കാരണമുണ്ടാകുന്ന എഫക്റ്റുകൾ ഇതിൽ ലീസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹൂസ് ഹെൽത്ത് ഇസ്, അതായത് ദ പീപ്പിൾ ഹൂസ് ഹെൽത്ത് ഇസ് ബീങ് ഹാംഡ് ഫസ്റ്റ്. ആദ്യമായിട്ട് അതായത് ഇത് കാരണം ഉണ്ടാകുന്ന ഹാം അനുഭവിക്കുന്ന ആളുകളും ആൻഡ് വേഴ്സ്റ്റ് ബൈ ദ ക്ലൈമറ്റ് ക്രൈസിസ് ആർ ദ പീപ്പിൾ. ആ ആളുകൾ ആരാണ്? ഹൂ കോൺട്രിബ്യൂട്ട് ലീസ്റ്റ് ടു ഇറ്റ്സ് കോസസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ക്ലൈമറ്റ് ക്രൈസിസിന് കാരണം പല ഉണ്ട് അല്ലേ, നമ്മൾ പ്ലാസ്റ്റിക്സ് ഇടുന്നത്, അല്ലെങ്കിൽ പല റീസൺസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഫോറസ്റ്റ് ഏരിയ ഒക്കെ നശിപ്പിക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള ക്ലൈമറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പം ഇതിൽ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം നല്ല രീതിക്കായിരിക്കും ഈ ഒരു വേൾഡിനെ, എൻ്റെ സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം വളരെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എൻ്റെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് കറക്റ്റായി ഡിസ്പോസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും അങ്ങനെയുള്ളവരെ ആയിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആദ്യം. എന്ന് പറഞ്ഞാൽ ഞാൻ കോൺട്രിബ്യൂട്ടർ അല്ല, ചിലപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളായിരിക്കാം, പക്ഷെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളെ ആയിരിക്കാം അതെന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവർ തന്നെയാണ് ലീസ്റ്റ് ഏബിൾ ടു പ്രൊട്ടക്ട് ദംസെൽസ് ആൻഡ് ദെയർ ഫാമിലീസ് അഗെയിൻസ്റ്റ്. അതിനെതിരെ അവരെയും അവരുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരെന്തായിരിക്കും, ഏബിലിറ്റി കുറവായിരിക്കും. പീപ്പിൾ ഇൻ ലോ ഇൻകം ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് കൺട്രീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഏത് രാജ്യങ്ങളുള്ളവരൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലോ ഇൻകം കുറവുള്ള ഇവിടുത്തെ ആളുകൾ, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജ്ഡ് കൺട്രീസ്, അതുപോലെ കമ്മ്യൂണിറ്റി, ഇവിടുത്തെയൊക്കെ സ്ഥലങ്ങളിലെ ആളുകൾ എന്തായിരിക്കും, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറവായിരിക്കും ഇതിനു വേണ്ടി. പക്ഷേ അവർക്കായിരിക്കും ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അവർക്കിതിൽ നിന്നും പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല. The climate crisis threatens to undo the last 50 years of progress and development, global health and poverty reduction. ഓക്കെ, ക്ലൈമറ്റ് ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് 50 ഇയേഴ്സായിട്ട് അൺഡു ചെയ്യുന്നു. അൺഡു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കുന്ന സമയത്ത് അൺഡു എന്ന ഓപ്ഷൻ കാണത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിക്കവർ ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം, അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് പോവേർട്ടി റിഡക്ഷൻ. ഓക്കെ, സോ അപ്പം നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻസ് വരുന്നതെന്ന്. സോ എന്താണ് നിങ്ങൾക്ക് ക്ലൈമറ്റ് ക്രൈസിസിനെ പറ്റി ഈ ഒരു ടെക്സ്റ്റ് വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എ ഓപ്ഷൻ ഇസ് ഇറ്റ് ത്രെറ്റൻസ്. ഇറ്റ് എന്നുള്ളത് ക്ലൈമറ്റ് ക്രൈസിസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ത്രെറ്റൻസ്. അപ്പോൾ ക്ലൈമറ്റ് ക്രൈസിസ് ത്രെറ്റൻ ചെയ്യുന്നു ടു ബി ഇൻവോൾവ് ഇൻ ദ ലാസ്റ്റ് 50 ഇയേഴ്സ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആണോ? ക്ലൈമറ്റ് ക്രൈസിസിനെ പറ്റി നിങ്ങൾക്ക് അതാണോ മനസ്സിലായത്? ക്ലൈമറ്റ് ക്രൈസിസ് ത്രെറ്റൻ ചെയ്യുന്നു ലാസ്റ്റ് 50 ഇയേഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രസ്സിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട്, ആണോ? അപ്പം നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അല്ല. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്ലൈമറ്റ് ക്രൈസിസ് ത്രെറ്റൻസ് ടു അൺഡു ദ ലാസ്റ്റ് 50 ഇയേഴ്സ് ഓഫ് പ്രോഗ്രസ് എന്നാണ്, അല്ലേ? അല്ലാതെ അൺഡു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അല്ലേ? സോ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാനിത് കാണുന്നുണ്ട്. ഓക്കെ, സോ ബി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ദ ലീസ്റ്റ് അഫക്റ്റഡ് പീപ്പിൾ ഫ്രം ഇറ്റ് ആർ ദോസ് ഹു കോൺട്രിബ്യൂട്ട് ലീസ്റ്റ് ടു ഇറ്റ്സ് കോസ്. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരുന്നത്? നിങ്ങൾ ചാടി കയറി എടുക്കുമായിരിക്കും ചിലപ്പോൾ ആ ഓപ്ഷൻ, പക്ഷേ ശ്രദ്ധിച്ച് നോക്കി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ ലീസ്റ്റ് അഫക്റ്റഡ് പീപ്പിൾ ഫ്രം ഇറ്റ് ആർ. അപ്പം ക്ലൈമറ്റ് ക്രൈസിസ് കാരണം എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നവരുണ്ട്, കുറവ് എഫക്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലൈമറ്റ് ക്രൈസിസ് വളരെ കുറച്ച് മാത്രം അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കുറവാണ്. അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കുറവാണ്, അതുകൊണ്ട് തന്നെ അവർ എഫക്റ്റ് ചെയ്യുന്നതും കുറവാണ്. അങ്ങനെയാണോ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്? നമ്മൾ വായിച്ചത് എന്താണ്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറവാണ്, യെസ്, പക്ഷെങ്കിൽ അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ലീസ്റ്റ് എഫക്റ്റഡ് എന്നല്ല പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അവിടെ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പീപ്പിൾ ഹൂസ് ഹെൽത്ത് ഈസ് ബീങ് ഹാംഡ് ഫസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ്. ആദ്യം വരുന്നതും വേഴ്സ്റ്റ് ആകുന്നതും വളരെ കുറച്ച് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് പേർഷ്യലി കറക്റ്റാണ്, എന്ന് പറഞ്ഞാൽ പകുതി വരെ കറക്റ്റാണ്. കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് കോസ് എന്നുള്ള കറക്റ്റാണ്, പക്ഷേ ലീസ്റ്റ് എഫക്റ്റഡ് എന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ബി എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഏതായിരുന്നു ആൻസർ വരുന്നത്? സി ഇവിടെ ഉള്ളൂ. പക്ഷേ നമുക്ക് സി നോക്കാം, അല്ലേ? കാരണം നമുക്ക് ബി എലിമിനേറ്റ് ചെയ്തു, പക്ഷേ എ നമുക്ക് അണ്ടു എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ മാറ്റി. എന്നാലും നമുക്ക് സി ഇവിടെ നോക്കാം. സി കൊടുത്തിരിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ ഷുഡ് ബി അപ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ് ടു അവോയ്ഡ് ഗ്ലോബൽ ഹീറ്റിംഗ്. ഗ്ലോബൽ ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1.5 ഡിഗ്രി സെൽഷ്യസ് അപ് ടു അത്ര വരെ ആയിരിക്കണം. ഷുഡ് ഉറപ്പായിട്ടും അങ്ങനൊരു കാര്യം പറയുന്നുണ്ട് പാരഗ്രാഫിൽ, ഉണ്ടല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4th ലൈനിൽ എന്താ പറയുന്നത്? 4th ലൈൻ കൊടുത്തിരിക്കുന്നത്, തേർഡ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് ദ വേൾഡ് മസ്റ്റ്. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകം, ഗ്ലോബൽ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അവോയ്ഡ് ഗ്ലോബൽ ഹീറ്റിംഗ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഓപ്ഷനെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ഗ്ലോബൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗ്ലോബൽ അല്ല വേൾഡ് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലേ? മസ്റ്റ് എന്നുള്ള സിനോണിമാണ് ഷുഡ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? ലിമിറ്റ് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ റൈസ് ടു 1.5. അപ്പോൾ 1.5 വരെ ലിമിറ്റ് ചെയ്യണമെന്നാണ്. അത് തന്നെയാണ് അവരെ കൊടുത്തിരിക്കുന്നത്. ഷുഡ് ബി അപ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര വരെ, 1.5 വരെ. ക്ലിയർ ആണോ? ഇനി താഴോട്ട് അവർ പറയുന്നുണ്ട് അതും സേഫ് ഒന്നുമല്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? 1.5 ഡിഗ്രി എങ്കിലും നമ്മൾ അതുകൊണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അത്രയെങ്കിലും കുറക്കണം. അതിൽ കൂടുതലാണ് ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1.5 ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ 1.5 ഡിഗ്രിയിലേക്ക് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വേൾഡ് എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ക്ലിയർ ആണോ? ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. സോ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം, അണ്ടു എന്നുള്ളതാണ്. ബി പറയുന്നത് എന്താണ്? പേർഷ്യലി കറക്റ്റാണ്. സി ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. സോ അപ്പം വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് അതിൻ്റെ മലയാളം നൽകി എന്താണ് ക്ലൈമറ്റ് ക്രൈസിസിനെ പറ്റി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം, നോക്കുക കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ നഴ്സ് ഫ്രം ദിസ് മാനുവൽ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ നഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എന്ന ക്വസ്റ്റ്യൻ ഇടണമെങ്കിൽ അവരതിൻ്റെ എബൌട്ട് എന്നുള്ളൊരു കാര്യം കൂടെ നെക്സ്റ്റ് ഇടും. എന്ന് പറഞ്ഞാൽ ടോപ്പിക് എന്താണെന്ന് കൂടി അവരവിടെ മെൻഷൻ ചെയ്യും കേട്ടോ. സോ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? എന്തിനെ പറ്റി? എബൌട്ട് ദ റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ നഴ്സ്. അപ്പോൾ താഴെ കൊടുത്തിട്ടൊരു മാനുവലാണ്. അപ്പം അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ? ഓക്കെ, സോ അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം അക്കാഡമിയിലാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതാണ് എന്താണ് ബി പാർട്ടിലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നും സി പാർട്ടിലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നും. അപ്പം നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം
വളരെ ക്ലിയർ ആയിട്ടൊരു മാനുവൽ എന്താണെന്നല്ലേ. സോ അപ്പം മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ് അല്ലേ. മാനുവൽ ഒരു ഹാൻഡ് ബുക്ക് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. നമ്മൾ എന്ത് വാങ്ങിച്ചാലും അതിൻ്റെ മാനുവലുണ്ട്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഫാൻ വാങ്ങിച്ചാൽ, ലൈറ്റ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയതുകൊണ്ട് റീഡിങ്, ഇപ്പോൾ നിങ്ങൾ ഒരു ലാരൻജോസ്കോപ്പ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു BP മോണിറ്റർ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ കാർഡിയാക് മോണിറ്റർ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ചാൽ, എന്ത് എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചാലും ദർ ഇസ് എ മാനുവൽ. എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ ടു യൂസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് മാനുവലിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യണം ഇതുപയോഗിച്ച്. ക്ലിയർ ആണോ? അപ്പോൾ ഈ മാനുവൽ ആരുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്? ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ കയ്യിലിരിക്കുന്നതാണ് മാനുവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന മാനുവലിൽ ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ റോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ റോളിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ പാരഗ്രാഫിലേക്ക് മൂവ് ചെയ്യാം. ക്രിട്ടിക്കൽ കെയർ നഴ്സസ് മസ്റ്റ് ഡെവലപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ വേർഡ് നോട്ട് ചെയ്യണം. അപ്പോൾ ഭാഗത്തെ വേർഡാണ് മസ്റ്റ്, കണ്ടോ? സോ ക്രിട്ടിക്കൽ കെയർ നഴ്സസ് മസ്റ്റ് ഡെവലപ്പ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് ബാഡ് ന്യൂസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ബാഡ് ന്യൂസ്, അതായത് നെഗറ്റീവാണ് അല്ലേ. അത് ക്രിട്ടിക്കൽ കെയർ നഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള ബാഡ് ന്യൂസ്. ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻ്റ് ഇപ്പം ഡെത്താകാൻ പോകുന്നു, അല്ലെങ്കിൽ ഡൈഡ് ആയി, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ബാഡ് ന്യൂസൊക്കെ ഡെലിവർ ചെയ്യാൻ പറയാനായിട്ടുള്ള എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? വഴികളെന്നാണ് അല്ലേ. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് റെഡിയാക്കി വെച്ചിരിക്കണം ആര്? ക്രിട്ടിക്കൽ കെയർ നഴ്സസ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി ക്രിട്ടിക്കൽ കെയർ നഴ്സ് റെഡി ആയിട്ടിരിക്കണം എപ്പോഴും ബാഡ് ന്യൂസ് ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ട്. അപ്പം അതിനെ തീം ബേസ് ചെയ്തിട്ടാണ് ഈ പാരഗ്രാഫ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം കേട്ടോ. ബാഡ് ന്യൂസ് ക്യാൻ അറേഞ്ച്, കണ്ടോ വീണ്ടും ആ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് കിട്ടി. ഓക്കെ, ബാഡ് ന്യൂസ് ക്യാൻ റേഞ്ച് ഫ്രം, ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് എവിടെ തൊട്ടാണെന്ന് പറയുന്നു, ഫ്രം റിപ്പോർട്ടിംഗ് ദാറ്റ് എ പേഷ്യൻ്റ് ഇസ് നോട്ട് റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ടു ആൻ ഇൻ്റർവെൻഷൻ ടു ടെല്ലിംഗ് എ ഫാമിലി മെമ്പർ ദാറ്റ് എ പേഷ്യൻ്റ് ഹാസ് ഡൈഡ്. അപ്പോൾ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പേഷ്യൻ്റ് മെഡിസിൻസിനോട് എഫക്റ്റീവായിട്ട്, അതിൽ ഇപ്പം പേഷ്യൻറ്റിൻ്റെ ബോഡി പ്രതികരിക്കുന്നില്ല മെഡിക്കേഷനോട്, അവിടെ മുതൽ പേഷ്യൻ്റ് ഡൈഡായി അല്ലെങ്കിൽ മരിച്ചുപോയി, എക്സ്പയർഡായി എന്ന് പറയുന്നിടം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാഡ് ന്യൂസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് നഴ്സസ് ആർ അറ്റ് ദ ബെഡ് സൈഡ് 24 hours എ ഡേ. അപ്പം ഒരു ഡേയിൽ 24 hours നേഴ്സുമാരെന്തുണ്ട്? പേഷ്യൻറ്റിൻ്റെ അടുത്തുണ്ട് അല്ലേ. നേഴ്സസ് എന്ന് ഒരു നേഴ്സ് നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് പല ഷിഫ്റ്റുകളുണ്ട്. അപ്പം നേഴ്സസ് പ്ലൂറൽ ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. നേഴ്സുമാർ. ഓക്കെ, സോ നേഴ്സസ് എന്തുണ്ട്? ബെഡ് സൈഡിലുണ്ട് 24 hours ഒരു പേഷ്യൻറ്റിൻ്റെ. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫാമിലീസ് ഏർലി ദാറ്റ് എ പേഷ്യൻ്റ് ഇസ് നോട്ട് ഡൂയിങ് വെൽ മേ ഹെൽപ്പ് അവോയ്ഡ് എ സർപ്രൈസ് അനൗൺസ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻ്റ് ഡെത്ത്. വളരെ കറക്റ്റ് അല്ലേ? കാരണം നിങ്ങൾ എപ്പോഴും പേഷ്യൻറ്റിനകത്ത്, നമ്മൾ നേഴ്സസ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻ്റെ ബെഡ് സൈഡിൽ 24 hours ഉള്ളവരാണ്. പേഷ്യൻ്റെ ഒരു ഈവൻ മൈന്യൂട്ട് ചേഞ്ചസ് വരെ വി ക്യാൻ ഐഡൻറ്റിഫൈ അല്ലേ, നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് സർപ്രൈസായിട്ട് പേഷ്യൻ്റെ റിലേറ്റീവ്സിനടുത്ത് എന്ന് പറയുകയാണ് പേഷ്യൻ്റ് ഡൈ ആയി, മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ റിലേറ്റീവ്സ് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഉണ്ടോ? കാരണം നഴ്സുമാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടർ ആരും പറഞ്ഞില്ല പേഷ്യൻ്റ് ഒട്ടും വയ്യാന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ആ സർപ്രൈസ് ഒഴിവാക്കാൻ വേണ്ടി പേഷ്യൻ്റ് നോട്ട് ഡൂയിങ് വെൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കേഷൻ കറക്റ്റായിട്ട് അതിൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല, അവിടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്നൊക്കെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ബാഡ് ന്യൂസ് ഷുഡ് ബി ഫ്രേസ്ഡ് ഇൻ എ വേ ദാറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ഡൂയിങ് വെൽ ബട്ട് ദ ഹെൽത്ത് കെയർ ടീം ഇസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുമോ പേഷ്യൻ്റ് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പേഷ്യൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് പേഷ്യൻ്റ് മരിച്ചു പോകും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ ഫ്രേസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫ്രേസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പോയി പറയുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്?
പേഷ്യൻറ്റിൻ്റെ ബോഡി ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല മെഡിക്കേഷൻസിനോട്, ബട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പക്ഷേ ഞങ്ങൾ ഡോക്ടേഴ്സും അതുപോലെ ടീമും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ ടീം, ഞങ്ങളെ നഴ്സസും ഡോക്ടേഴ്സും വളരെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പേഷ്യൻ്റ് നെഗറ്റീവിലോട്ട് പറഞ്ഞിട്ട് നമ്മളും ഒന്നും ചെയ്യുന്നില്ല രീതിയിലായിപ്പോവും. ഓക്കെ, അപ്പം ഫ്രേസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോട്ടിഫൈങ് ദ ഫാമിലി മെമ്പേഴ്സ് ദാറ്റ് ദ പേഷ്യൻ്റ് ഹാസ് ഡൈഡ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഡെലിവറിങ് എ ബാഡ് ന്യൂസ്. ഇനി പേഷ്യൻ്റ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പേഷ്യൻ്റ് ഡെഡായി, മരിച്ചു പോയി എന്നുള്ള കാര്യം പറയുക എന്നുള്ളതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ അത് ഫ്രേസ് ചെയ്യണം അല്ലേ, പേഷ്യൻറ്റിൻ്റെ ഫാമിലിയുടെ അടുത്ത്. ഓക്കെ, മെഷേഴ്സ് സച്ച് ബീങ് അവൈലബിൾ ടു പ്രൊവൈഡ് സപ്പോർട്ട് ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഹൗ ദ ഫാമിലി മെമ്പേഴ്സ് റിമെമ്പർ ദ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദ പേഷ്യൻ്റ് ലൈഫ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, മെഷേഴ്സ് സച്ചാസ്, അതായത് നിങ്ങൾ കുറച്ച് മെഷേഴ്സ് എടുക്കണം. അതായത് എന്ത് ചെയ്യണം, പ്രൊവൈഡ് സപ്പോർട്ട് ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഹൗ ദ ഫാമിലി മെമ്പേഴ്സ് റിമെമ്പർ ദ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് പേഷ്യൻ്റ് ലൈഫ്. അപ്പം ഫാമിലിക്കൊക്കെ എന്ത് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക. കാരണം എന്നാൽ മാത്രമേ അവരുടെ അടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഫ്രേസ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക. കാരണം അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യും, ഓക്കെ എൻ്റെ ഇന്ന ആളുടെ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിൻ്റെ എന്ത് ചെയ്യും ലാസ്റ്റ് മൊമെൻറ്റ്സൊക്കെ അവർക്ക് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലൂടെ അവർക്ക് കിട്ടും. കാരണം അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, അവരെ സമാധാനിപ്പിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. ഇത്രയുമാണ് പാരഗ്രാഫ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്താണ് റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ നഴ്സ്. ക്രിട്ടിക്കൽ കെയർ നഴ്സിൻ്റെ ഉത്തരവാദിത്തം, റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഓപ്ഷൻ നോക്കിയാലോ, എ കൊടുത്തിരിക്കുന്നത് മസ്റ്റ് ബി ക്വയറ്റ് equipped to phrase any bad news showing the current situation. അതായത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെയായെങ്കിലും ബാഡ് ന്യൂസ് പറയാനായിട്ട് എപ്പോഴും മസ്റ്റ് ബി ക്വൈറ്റ് എക്വിപ്ഡ്, ഉറപ്പായിട്ടും വളരെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം നഴ്സുമാർ. ആണോ? ഓക്കെ, ഇനി ബി പറയുന്നത് ടു അവോയ്ഡ് എനി ഔട്ട് ഓഫ് ദ ബ്ലൂ സ്റ്റേറ്റ്മെൻറ്റ് ഫാമിലീസ് നോട്ടിഫൈങ് ദം ഇസ് നെസസറി. എന്ന് പറഞ്ഞാൽ എന്താ ആ മീനിങ് നിങ്ങൾ നോക്കിയേ, ടു അവോയ്ഡ് എനി ഔട്ട് ഓഫ് ദ ബ്ലൂ സ്റ്റേറ്റ്മെൻറ്റ് ഫാമിലീസ് നോട്ടിഫൈങ് ദം ഇസ് നെസസറി. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ സെൻറ്റൻസസ് ക്ലിയർ ആയിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു കോമ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മീൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എടുക്കണം മീനിങ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫാമിലീസ് നോട്ടിഫൈങ് ദം ഇസ് നെസസറി എന്ന് പറഞ്ഞാൽ എന്താ, ഫാമിലി പറയുകയാണ് യെസ് അത് നെസസറി ആണ്, ആ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം അവർ പറഞ്ഞാൽ പോലും, ഫാമിലിക്ക് നെസസറി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് ദ ബ്ലൂ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വെളിയിൽ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. ഫാമിലിക്ക് നെസസറി ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻസ് പോലും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നുണ്ടോ? നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫാമിലീസ് ഏർലി ദാറ്റ് എ പേഷ്യൻ്റ് ഈസ് നോട്ട് ഡൂയിങ് വെൽ. പേഷ്യൻ്റെ അടുത്ത് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നല്ലേ പറയുന്നേ, ആണോ? അങ്ങനെയല്ലേ പറയുന്നേ? അപ്പോൾ അല്ലാതെ പേഷ്യൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കരുത് അങ്ങനെ എന്തെങ്കിലും ആണോ പറയുന്നത്? അല്ല. സോ വി ക്യാൻ എലിമിനേറ്റ് ബി ഓപ്ഷൻ. ഇനി സി കൊടുത്തിരിക്കുന്നത് മസ്റ്റ് ബി സപ്പോർട്ടീവ് ടു ദ ഡിസീസ്ഡ് ആസ് മച്ച് ആസ് ക്യാൻ ടു ലീവ് എ പോസിറ്റീവ് ഇമ്പാക്ട്. ഓക്കെ, ഡിസീസ്ഡ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഡിസീസ്ഡ് അറിയാവോ? ഡിസീസ്ഡ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? കിട്ടിയില്ല എല്ലാവർക്കും? ഡിസീസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലേ, അല്ലേ? ഓക്കെ, സോ ഡിസീസ്ഡ് എന്ന വേർഡ് മീനിങ് യെസ് കറക്റ്റാണ്. ഡിസീസ്ഡ് എന്ന വേർഡ് മീനിങ് എന്താണ്? ഡെഡ്. എക്സ്പയർഡ് ആയിട്ടുള്ള ആളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡിസീസ്, DECE. ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പയർഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ആളെ വിളിക്കുന്നതാണ് ഡിസീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, മസ്റ്റ് ബി സപ്പോർട്ടീവ് ടു ദ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ചു പോയ ആളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. ആസ് മച്ച് ആസ് ക്യാൻ ടു ലീവ് എ പോസിറ്റീവ് ഇമ്പാക്ട്, എത്രയും സപ്പോർട്ട് ചെയ്യാമോ അത്രയും സപ്പോർട്ട് ചെയ്യണം മരിച്ചുപോയ ആളെ. എന്തിനാണ്? ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടി. ആണോ? മരിച്ചുപോയ ആളെ സപ്പോർട്ട് ചെയ്യണോ? ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനല്ലേ ലാസ്റ്റ് പറയുന്നത്. ക്ലിയർ ആണോ? സോ ആൻസർ ഏതാ വരുന്നത്? എ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? മസ്റ്റ് ബി, ക്ലിനിക്കൽ നഴ്സ് എന്തായിരിക്കണം? മസ്റ്റ് ബി എക്വിപ്ഡ്, അവർ എക്വിപ്ഡ് ആയിട്ടിരിക്കണം എന്ത് ചെയ്യാൻ, എഫക്റ്റീവ് സ്ട്രാറ്റജീസ് പറയാനായിട്ട്. ഫസ്റ്റ് ലൈൻ അതാണ് തുടങ്ങുന്നത്. മുന്നോട്ടെല്ലാം പറയുന്ന അവരെന്ത് സിറ്റുവേഷൻ, അതായത് റേഞ്ച് ഫ്രം, അതായത് വയ്യ അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല തൊട്ട് ഡെത്ത് ആകുന്നതിനും വരെ ഏത് സിറ്റുവേഷൻ വന്നാലും അവർ വെൽ എക്വിപ്ഡ് ആയിരിക്കണം, എങ്ങനെ അതിനെ ഫ്രേസ് ചെയ്യണം. ലാസ്റ്റിലും പറയുന്നത് എന്താണ്? പേഷ്യൻ്റ് ഡെത്ത് ആയി കഴിഞ്ഞാൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം അല്ലേ പറയുന്നത്. സോ ആൻസർ ഏതാണ് വരുന്നത്? എ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിവിടെ കിട്ടുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം കാണാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തേർഡ് വൺ. വാട്ട് ക്യാൻ യു ഫിഗർ ഔട്ട് അബൌട്ട് ഡിജോക്സിൻ ഫ്രം ദിസ് ഗൈഡ് ലൈൻ? സോ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്. ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഗൈഡ് ലൈൻ. അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈനിൽ ഡിജോക്സിനെ പറ്റിയാണ് പറയുന്നത്, എബൌട്ട് കൊടുത്തിട്ടുണ്ട് ഡിജോക്സിനെ പറ്റി. അപ്പം വാട്ട് ക്യാൻ യു ഫിഗർ ഔട്ട്, എന്താണ് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇതും ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ട് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഫിഗർ ഔട്ട് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം കേട്ടോ. സോ വാട്ട് ക്യാൻ യു ഫിഗർ ഔട്ട്, എന്താണ് ഡിജോക്സിനെ പറ്റി താഴെ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് നമുക്കൊന്ന് മൂവ് ഓൺ ചെയ്യാം. സോ ഓപ്ഷൻസ് അല്ല, പാരഗ്രാഫ്. സോ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് ഡിജോക്സിൻ എ മൈൽഡ് പോസിറ്റീവ് ഐനോട്രോപ്പ് ഫ്രീക്വൻ്റ്ലി യൂസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയറിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മൈൽഡ് പോസിറ്റീവ് ഐനോട്രോപ്പാണ് ഏത്? ഡിജോക്സിൻ എന്ന് പറയുന്നത്. വർക്ക്സ് ബൈ ഇൻഹിബിറ്റിംഗ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോഡിയം പൊട്ടാസ്യം പമ്പിനെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു, തടയുന്നു, കോസിങ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇൻട്രാസെല്ലുലാർ സോഡിയം ലെവൽ ടു ഇൻക്രീസ്. എന്നിട്ട് ഇൻട്രാസെല്ലുലാർ സോഡിയം എന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ദിസ് പ്രമോട്ട്. അപ്പം ഏത് പ്രമോട്ടാണ്? ഈ മേലിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പം ഇതെന്ത് ചെയ്യുന്നു? മെഡിസിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സോഡിയം കൂട്ടുന്നത് വഴി കാൽസ്യം ഇൻഫ്ലക്സ് ആൻഡ് എൻഹാൻസ്ഡ് മയോകാർഡിയൽ കോൺട്രാക്സിറ്റി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. മയോകാർഡിയൽ കോൺട്രാക്റ്റിയും അതുപോലെ തന്നെ കാൽസ്യം ഇൻഫ്ലക്സും എന്ത് ചെയ്യുന്നു? പ്രമോട്ട് ചെയ്യുന്നു. ഓക്കെ, ഡിജോക്സിൻ ഓൾസോ ആക്ടിവേറ്റ്സ് ദ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെയും ഡിജോക്സിൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഡിക്രീസിങ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസിങ് AV നോഡ് ഇൻഹിബിഷൻ മോസ്റ്റ് പേഷ്യൻറ്റ് ബെനിഫിറ്റ് ഫ്രം എ ലോ ഡോസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, AV നോഡ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ഇനി മോസ്റ്റ് പേഷ്യൻസ് ബെനിഫിറ്റ് ഫ്രം എ ലോ ഡോസ്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും മോസ്റ്റ് പേഷ്യൻസിനും ഈ ഒരു ഡിജോക്സിൻ ലോ ഡോസിൽ കൊടുത്താലാണ് എഫക്റ്റീവ്. ഓക്കെ, വിച്ച് ഓൾസോ റെഡ്യൂസസ്. അപ്പോൾ അങ്ങനെ ലോ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇൻസിഡൻസ് ഓഫ് ടോക്സിസിറ്റി കുറയ്ക്കുന്നു. ടോക്സിസിറ്റി വളരെ കോമൺ ആണെന്ന് പറയുന്നു. ആൻഡ് ഇസ് ഫ്രീക്വൻലി അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഡിസൈറിത്മിയ. അപ്പോൾ ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ ഡിസൈറിത്മിയ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ടോക്സിസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഡിസൈറിത്മിയും അതുപോലെ തന്നെ ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് ലോ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എടുത്തേക്കുന്നത് ഇറ്റ് ഈസ് നോ ലോങ്ങർ കോമൺ പ്രാക്ടീസ് ടു അഡ്മിനിസ്റ്റർ ലോഡിംഗ് ഡോസസ്. അപ്പം ലോഡിംഗ് ഡോസസ് കൊടുക്കുക എന്നുള്ളതൊരു കോമൺ പ്രാക്ടീസ് അല്ല, ഇനിയും തൊട്ടല്ല എന്നാണ് പറയുന്നത്. റുട്ടീൻ ഡോസസ് ആർ ഇൻഡിവിജ്വലൈസ്ഡ് ബേസ്ഡ് അപ്പോൺ ദ പേഷ്യൻ്റ് ഡയഗ്നോസിസ്, സിംറ്റംസ്, അണ്ടർലൈങ് ഡിസീസ്, പ്രോസസ്, ഏജ്, റെസ്പോൺസ് ടു തെറാപ്പി ആൻഡ് ബ്ലഡ് ലെവൽ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെഡിസിൻ കൊടുക്കുന്നത് അപ്പം റുട്ടീൻ ഡോസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ പേഴ്സണെ അനുസരിച്ചാണ്, ഇൻഡിവിജ്വലൈസ്ഡ് ആണെന്നാണ് പറയുന്നത്. കാരണം പേഷ്യൻ്റെ സിംറ്റമും ഡയഗ്നോസിസും പ്രോസസ്സും ഏജും തെറാപ്പിയും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്ന് വെച്ചാൽ സ്പീഡിലാണ് വായിച്ചത്, പക്ഷേ എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈസിയാണ് കേട്ടോ. സോ ഓപ്ഷൻ നോക്കാം. എ കൊടുത്തിരിക്കുന്നത് എന്താണ് ഡിജോക്സിനെ പറ്റി പറയുന്നത്? എ കൊടുത്തിരിക്കുന്ന ലാർജ് നമ്പർ ഓഫ് പേഷ്യൻറ്റ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്സ് ലോ ഡോസസ് റെഡ്യൂസിങ് സിവിയർ ഡിസൈറിത്മിയ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസിനും ലോ ഡോസിൽ നിന്നുമാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അത് സിവിയർ ഡിസൈറിത്മിയ വരെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പറയുന്നുണ്ടോ? പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? യെസ് എന്ന് പറയുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ഫൈൻ. ഇനി ബി കൊടുത്തിരിക്കുന്നത് ഇറ്റ് ആക്ടിവേറ്റ്സ്. ഇറ്റ് എന്നുള്ളത് ഏതാണ്? ഡിജോക്സിൻ. അപ്പം ഡിജോക്സിൻ ആക്ടിവേറ്റ്സ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് ഹോൾഡ് ദ ഹാർട്ട് റേറ്റ്. ഓക്കെ, ഒരു വേർഡ് കണ്ടോ? സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാത്തൊരു വേർഡ് അല്ലെ? അറിയുന്ന വേർഡായിരിക്കാം ഹോൾസ്, HALTS. ഹോൾട്ട് അല്ലെങ്കിൽ ഹോൾഡ്സ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? എന്താ മീനിങ്? ഹോൾഡ്സ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? യെസ്, സ്റ്റോപ്പ് എന്നാണ് അല്ലേ? യെസ്, കറക്റ്റാണ്. ഹോൾഡ്സ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. ഹോൾട്ട്, സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിജോക്സിൻ എടുത്തു കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഹാർട്ട് റേറ്റ് നിർത്തുന്നു. ഇനി ഹാർട്ട് റേറ്റ് ഇല്ല പേഷ്യൻറ്റിന് ഡിജോക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഡെഡ് ആവത്തില്ല പേഷ്യൻ്റ്? ഹാർട്ട് റേറ്റ് ഹോൾട്ട് ചെയ്യുന്നു എന്നാണോ പറയുന്നത്? അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡിക്രീസിങ് ഹാർട്ട് റേറ്റ് എന്നാണ്. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു എന്നല്ലേ അല്ലേ? സോ ആ ഹോൾട്ട് എന്നുള്ള ഒറ്റ വേർഡിലാണ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
അല്ലേ? എലിമിനേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി സി കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ മൈൽഡ് പോസിറ്റീവ് ഐസോട്രോപ്പ് യൂസ്ഡ് ഇൻ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റ്. ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മൈൽഡ് പോസിറ്റീവായിട്ടുള്ള ഐസോട്രോപ്പാണ് ഡിജോക്സിൻ. ഐസോട്രോപ്പാണോ? ഫസ്റ്റ് ലൈൻ നോക്കിയേ പാരഗ്രാഫിൻ്റെ. ഡിജോക്സിൻ എ മൈൽഡ് പോസിറ്റീവ് ഐനോട്രോപ്പ്. INO ഓപ്ഷൻ കൊടുത്തേക്കുന്ന ISO. സോ ഡിഫറൻ്റ് അല്ലേ? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമുക്ക് CM എലിമിനേറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. ഏതാണ്? ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ബെനിഫിറ്റ് ഫ്രം ഇറ്റ്സ് ലോ ഡോസ് റെഡ്യൂസിങ് സിവിയർ ഡിസ്അറിത്മിയ. എന്താണ്? അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ബെനിഫിറ്റ് ഉണ്ടാകുന്നു ലോ ഡോസിൽ നിന്ന്. അപ്പോൾ എവിടെ നിന്നാണ്? ലാസ്റ്റ് 4th ലൈനാണ് കേട്ടോ. സോ എവിടെ നമ്മൾ കിട്ടിയില്ലായിരുന്നോ നിങ്ങൾക്ക്? വിച്ച് ഓൾസോ റെഡ്യൂസ് ഇൻസിഡൻസ് ഓഫ് ടോക്സിസിറ്റി. Toxicity is common and is frequently associated with severe dysarrhythmia. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മോസ്റ്റ് പേഷ്യൻസിനും എന്തുണ്ടാകുന്നു? ഈ ഒരു കാര്യം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. ഏതുകൊണ്ടാണ്? ലോ ഡോസ് എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇപ്പം ലോ ഡോസ് എടുക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നു? ടോക്സിസിറ്റിയുടെ ചാൻസും എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ സിവിയർ ഡിസ്അറിത്മിയ ഉണ്ടാകും. അപ്പോൾ ഡിസ്അറിത്മിയ കുറയ്ക്കുന്നു എന്ന് പറയുന്നതും കണക്ട് ചെയ്തിട്ടില്ലേ നമുക്ക്? മനസ്സിലായോ? ക്ലിയർ ആണോ? സോ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? സോ 3rd വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? A ആണ്. ക്ലിയർ ആണോ? ബാക്കി രണ്ടും വളരെ ക്ലിയർ കട്ടായിട്ട് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. B നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോൾട്ട് എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് സ്റ്റോപ്പ്. C കൊടുത്തിരിക്കുന്നത് ഐസോട്രോപ്പാണ്. സോ ഐനോട്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഓപ്പോസിറ്റായി മാറും. ക്ലിയർ ആണോ? സോ അപ്പം ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? സോ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് B പാർട്ടിലെ തന്നെ. B എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സിയിലും യു ക്യാൻ എക്സ്പെക്ട് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിയിലും വരാം. അപ്പോൾ എവിടെ കിട്ടിയാലും അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന്. ക്ലിയർ ആണോ? സോ ഡൗട്ട് ഉണ്ടോ? സോ അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ ക്ലൈമറ്റ് ക്രൈസിസിനെ പറ്റിയായിരുന്നു. സോ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് C ആണ്. സെക്കൻഡ് വൺ നമ്മൾ നോക്കിയിട്ടുള്ളത് റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ നേഴ്സിൻ്റെ റോളിനെ പറ്റിയായിരുന്നു. സോ അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? A ആണ്. മസ്റ്റ് ബി ക്വൈറ്റ് എക്വിപ്പ് ടു ഫേസ് എനി ബാഡ് ന്യൂസ് എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 3rd വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഏതാണ് വരുന്നത്? A ആണ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഫിഗർ എന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. സോ ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ ഇനി തൊട്ട് മെറ്റീരിയൽ കിട്ടുമ്പോൾ റെഡി ആയിട്ട് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടാം. ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് ഏതാണ് ലൈവ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് നോക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് പേര് ഒപ്പീനിയൻ എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമേ. ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീക്ക് ചെയ്യാം. ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ജസ്റ്റ് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. കുറച്ച് സ്റ്റുഡൻസിന് ഡൗട്ടും വന്നു ഇവിടെയും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. സോ അപ്പം ഇത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. ഓക്കെ, ഫൈൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ് ആൻഡ് കമൻസ്. ഓക്കെ, സോ താങ്ക് യു.